അതേ ദിവസം തന്നെ യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലിനരികെയിരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവന്റെ ഉപമ. നാടകരചന സംവിധാനം KV ശരത് ചന്ദ്രൻ. സർഗാത്മക സഹകരണം K ശിവപ്രസാദ്, V വാസന്തി, TK ഉണ്ണികൃഷ്ണൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയതും: ജോബ് സിദ്ദിഖ്, ഉടുമ്പൻ വാസു സിദ്ദിഖ്, കൈമൾ സാർ സിദ്ദിഖ്, ഗോപാലേട്ടൻ സിദ്ദിഖ്, ഇച്ചായൻ സിദ്ദിഖ്, സേവ്യറച്ചൻ സിദ്ദിഖ്. വിതയ്ക്കുന്നവന്റെ ഉപമ. ഒരു കൃഷിക്കാരൻ തന്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണ് 100, 60, 30 മേനിയായി വിളഞ്ഞു. എന്താണെന്നറിയില്ല, സേവ്യറച്ചൻ എപ്പോഴും ബൈബിളിൽ നിന്നുള്ള ഈ ഭാഗം വായിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഭാഗം സേവ്യറച്ചൻ വായിക്കുമ്പോഴൊക്കെ, കേൾക്കുന്നുണ്ടോടാ ജോബേ നീയ് എന്ന മട്ടിൽ അമ്മച്ചി എന്നെ കണ്ണു കാണിക്കും. വലുതായ പിന്നെ ഈ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ അമ്മച്ചിക്ക് കരച്ചിൽ വരും. നനഞ്ഞ കണ്ണുകൾ കൊണ്ട് തുറിച്ചു നോക്കി എന്നെ കുറ്റപ്പെടുത്തും. എനിക്കത് കാണുമ്പോൾ കലി വരും. പള്ളിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കും. പിന്നെ ഞാൻ പള്ളിയിലൊന്നും പോകാതായി. പള്ളിയിലേക്കുള്ള യാത്രയിൽ വിരലുകൾ കുരുക്കിയിടാൻ അമ്മച്ചിക്ക് എന്നെ കിട്ടാതായി. അമ്മച്ചിയുടെ വിരലുകൾക്കിടയിലൂടെ പിന്നീടൊരു ജപമാല കിടന്ന് വട്ടം ചുറ്റി. എന്നെ പ്രതി വലിയ സങ്കടമായിരുന്നു അമ്മച്ചിക്ക്. ചെറുപ്പം മുതലേ ഇച്ചായനൊപ്പമില്ലാത്തതിനാൽ അമ്മച്ചിയുടെ സന്തോഷവും സങ്കടവും ഒക്കെ ഞാനായിരുന്നു. ദേ വരുന്നുണ്ട് കൈമൾ സാറ്, ചീഫ് വാർഡറാണ്. എല്ലാ ജയിലിലും എന്ന പോലെ വൈകിട്ട് ഇവിടെയുണ്ട് തലയെണ്ണൽ പരിപാടി. അതിലൊന്നും തൃപ്തി പോരാത്ത മട്ടിലാണ് കൈമൾ സാറുടെ രാത്രിയിലെ ഈ സർക്കിട്ട്. ഉറങ്ങിപ്പോയ തടവുകാരെയൊക്കെ ശബ്ദമുണ്ടാക്കി ഉണർത്തിയാലേ പുള്ളിക്കാരന് സമാധാനമാകും. കണ്ടില്ലേ ഉടുമ്പന്റെ ഉറക്കം. ഞാൻ ഇന്നും പറഞ്ഞതാ, കൈമൾ സാറിന്റെ കണക്കെടുപ്പ് കഴിഞ്ഞിട്ട് മതി ഉറക്കംന്ന്. എവിടെ കേട്ടില്ല. ഇപ്പം കാണാം കൈമൾ സാറിന്റെ വരവും കുടുംബന്റെ എണീക്കലും. ഈ നശിച്ച പണ്ടാരക്കാരൻ ഉറങ്ങാനും വിടൂല്ല. തല എണ്ണണമെന്നുണ്ടെങ്കിൽ ഒച്ച ഉണ്ടാക്കാതെ കാലമാറി അതങ്ങ് ചെയ്താ പോരെ. വിളക്കെടുത്ത വാസുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കിടന്നാ മതി. പിന്നെ എടാ ഉറക്കമെന്നൊക്കെ പറയുന്ന സംഗതി വന്നാ വന്നു എന്ന് പറയാം. വരുമ്പോ അപ്പ അങ്ങ് ഉറങ്ങി തുടങ്ങണം. നിനക്കറിയില്ല മനുഷ്യന് ഉറക്കം കിട്ടാൻ പെടുന്ന പാട്. എന്താടാ പ്രശ്നം? C351 ഉറക്കമൊന്നുമില്ലേ? എന്നോടാണോ സാറേ ചോദിച്ചത്? പിന്നെ ആരാടാ ഈ സെല്ലിൽ C351? ഇവൻ RP 458 അല്ലടാ? അതെ സാർ. അല്ല സാറേ, സാറിന് ഈ പാവങ്ങളെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് വിളിച്ചുകൂടെ? ഇവിടുത്തെ മറ്റു സാറന്മാരൊക്കെ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. പോരാത്തതിന് ഇതിന്റെ അകത്ത് 1000-ഓളം വരുന്ന എല്ലാ പുള്ളികളുടെ നമ്പർ ഓർത്ത് വെച്ച് നടക്കണ്ടേ? ഞാനേ ഒരു പഴയ മട്ടുകാരനാ. എനിക്ക് നമ്പറുകളാണ് പഥ്യം, ഓർമ്മയും അത് തന്നെ. പിന്നെ നീ പറഞ്ഞ മറ്റു സാറന്മാർ, അവന്മാർക്ക് റൂളും വകുപ്പും ഒന്നും അറിയണ്ടല്ലോ. ഇവിടെ ഇപ്പം എന്താ സ്ഥിതി എന്നറിയോ എനിക്ക്? ഏതെങ്കിലും പുള്ളി വേണ്ടാധീനം കാണിച്ചാൽ ഒന്ന് വഴക്ക് പറയാൻ പോലും പറ്റുമോ? അപ്പോഴൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ കടലാസ് പോവില്ലേ? എന്ത് ചെയ്യാനാ, കാലം മാറിയില്ലേ. പുറത്തില്ലാത്ത സ്വാതന്ത്ര്യമല്ലേ അകത്ത്.
ഒരു കണക്കിന് ആരെങ്കിലുമൊക്കെ കുത്തിക്കൊന്ന് ഇതിൻ്റെ അകത്ത് ജീവപര്യന്തം തടവുകാരനായി കഴിയുകയാണ് നല്ലത്. ഭക്ഷണത്തിന് ഭക്ഷണം, വിശ്രമത്തിന് വിശ്രമം. സാറ് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. വന്ന് ഇവിടുന്ന് കിട്ടുന്ന ചപ്പാത്തിയുടെ കനമൊക്കെ കുറഞ്ഞ് ഇപ്പൊ വർത്തമാന പത്രം പോലെയായി. നിങ്ങളൊക്കെ കൂടി മാസ് കംപ്ലൈന്റ് ഉണ്ടാക്കി എഴുതി വിട്. സൂപ്രണ്ട് അയാളുടെ ഒടുക്കത്തെ ലീവും കഴിഞ്ഞ് വരുമ്പോ മേശപ്പുറത്തുണ്ടാവണം ഒരു കുന്ന് പരാതികൾ. സ്വന്തക്കാരൻ ജയിലറുടെ കേമത്വം അറിയട്ടെ അയാൾ. എന്താടോ, തനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ലടോ? ഇല്ല സാറേ, പിന്നെ കൊതുകുണ്ട് ധാരാളം, ഉറങ്ങാൻ ഒക്കുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? നാളെ വീട്ടിൽ നിന്ന് വരുമ്പം സാറിനൊരു കൊതുകുവലയും കൊതുകുതിരിയും കൊണ്ടുവന്ന് തന്നോളാം കേട്ടോ. ഉറക്കം വരുന്നില്ല അത്രേ. നീയൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പം നിനക്കൊക്കെ എങ്ങനെ ഉറക്കം വരാനാടാ? സാറിന് ഈ രാത്രിയിൽ നാവ് ചൊറിയുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ ക്വാർട്ടേഴ്സിൽ പോയി തീർക്കണം. കണ്ടോ, കാലം മാറിയത് കണ്ടോ? തടവുള്ളികൾ ജയിലുദ്യോഗസ്ഥരെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടാ. പിന്നെ സാറിന് അറിയാമല്ലോ എന്നെ. അടുത്ത തവണ ഞാൻ ജയിലിൽ ആടുന്നത് സാറിന് ചാർജുള്ള ദിവസം നോക്കി ആയിരിക്കും. ചുരുങ്ങിയ പക്ഷം സാറിനൊരു സസ്പെൻഷൻ എങ്കിലും ഞാൻ ഒപ്പിക്കും. വാസുവേ, നീ കളികാര്യമാക്കല്ലേ. എനിക്ക് പെമ്പിള്ളേര് 3 എണ്ണമാണ്. സത്യം പറടാ, വല്ല പ്ലാനും ഉണ്ടോ? ചിലതൊക്കെ ആലോചിച്ച് വരുന്നുണ്ട്. ഇടാ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എത്ര തവണയാടാ ജയിലിൽ ചാടിയത്? എണ്ണവും തവണയൊക്കെ ആരോർക്കുന്നു സാറേ. കഷ്ടപ്പെട്ട് ജയിലിൽ ചാടിയിട്ടെന്തിനാ? തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചിങ്ങോട്ട് കെട്ടിയെടുക്കാനല്ലേ നിന്റെ ഒടുക്കത്തെ തടവ് ചാട്ടങ്ങൾ? വെറുതെ ഇതിനകത്തുള്ളവർക്ക് പണിയുണ്ടാക്കി വെക്കാൻ. 458, ഇവന്റെ മേലൊരു കണ്ണ് വേണം കേട്ടോ. ഇവൻ ചാടിപ്പോയാൽ ചെല്ലി കൂടെ കിടക്കുന്നവൻ കൂടി സമാധാനം പറയേണ്ടി വരും. അറിയോ നിനക്ക്? അറിയാം സാർ. ഇക്കുറി ഞാൻ ചാടുമ്പോ ചിലപ്പോ എന്റെ കൂടെ ഇവനും കാണും. അപ്പോഴോ? ഏതായാലും ഏമാമാർ ഉദ്ദേശിച്ചതൊക്കെ നടക്കട്ടെ. ഇന്ന് രാത്രി 2 ഏതായാലും ഇതിനകത്ത് തന്നെ കാണുമല്ലോ അല്ലേ? അതും പറയാൻ പറ്റൂല. രാത്രിയാണ് സാധാരണ ചടവ് ചാടാറ്. സാറിന് ഇത് എന്തിന്റെ സൂക്കേടാണ്? പകൽ മുഴുവൻ അധ്വാനിച്ച് തളർന്നൊന്ന് തലയായിക്കാൻ വീഴുമ്പോഴാണ് സാറിന്റെ ഈ ഒരു നശിച്ച പെട്രോളിങ്. നാളെ കാറിയിലാ പണി. ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അവിടെ കാറിയിലിരുന്ന് തൂങ്ങും. സാറ് ചെല്ലു പോ. ഡാ എന്റെ പ്രമോഷനിങ് വന്നോട്ടെ. നിന്റെ ഒക്കെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അപ്പൊ തീർത്തു തന്നേക്കാം കേട്ടോടാ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത് തന്നെ പണി. ചേട്ടൻ ഇത് എന്തിന്റെ കേടാ? മിണ്ടാണ്ടിരുന്നൂടെ? പിന്നെ കൈമൾ സാറ് പറയുന്നതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? കഷ്ടപ്പെട്ട് ജയിലും ചാടിയിട്ട് പിറ്റേ ദിവസം തന്നെ പിടികൊടുക്കുന്ന ഈ പരിപാടി, ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമല്ലേ? എടാ, ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ ഈ പറയുന്ന ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളൊക്കെ വേണ്ടേ? ജയിലിന്റെ പുറത്ത് അങ്ങനെ ഒന്നില്ല. ഇതിനകത്താവുമ്പം കോട്ട പോലുള്ള ചുറ്റുമതിലും അടച്ചു പൂട്ടിയ ഈ തടവറകളും കാണുമ്പോൾ എനിക്കിങ്ങനെ ചൊറിഞ്ഞു വരും. ഒക്കെയും കൂടി എന്നെ അങ്ങ് വെല്ലുവിളിക്കുകയാണെന്ന് തോന്നുന്നു. ചുണയുണ്ടെങ്കിൽ ജയിലിൽ ചാടറ എന്ന മട്ടിൽ ആ വെല്ലുവിളി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് മുഴുവൻ എങ്ങനെ എന്നതാണ്. നിനക്കറിയോ, ഏത് കൊമ്പ് കുത്തിയ ജയിലിലും തടവുചാട്ടത്തിന്റെ 1000 സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മിടുക്ക്. സാഹചര്യം സന്ദർഭമൊക്കെ ഒത്തുവരുമ്പോൾ നമ്മളതങ്ങോട്ട് സാധിക്കണം. അത് തന്നെ. വാസുവേട്ടൻ ഇപ്പറഞ്ഞത് മനസ്സിലായി. പക്ഷെ എന്തിനാ പിറ്റേന്ന് തന്നെ പോയി പിടികൊടുക്കുന്നത്? പുറത്തെ ജീവിതം ബോറാണ് അനിയ. നിനക്കറിയാഞ്ഞിട്ടാ. ഒറ്റ ദിവസം കൊണ്ട് ബോറടിക്കും. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലേലും ചാപ്പാട് കൃത്യമായിട്ട് കിട്ടുമല്ലോ. വേറൊന്നുകൂടിയുണ്ട്. തടവ് ചാടി പിടിക്കപ്പെട്ടാ പിന്നെ ജയില് മാറ്റണം എന്നാ റൂള്. എത്രാന്ന് വെച്ചാടാ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടക്കുക? നിനക്കറിയോ, കേരളത്തിൽ ഞാൻ കിടക്കാത്ത ജയിലില്ല. ഞാൻ ചാടാത്ത ജയിലില്ല എന്ന് പറയുന്നതായിരിക്കില്ലേ കൂടുതൽ ശരി? അങ്ങനെയും പറയാം. ഞാൻ ചാടാത്ത ജയിലുകളും ഇല്ല, ചെയ്യാത്ത കുറ്റവും ഇല്ല, കൊലപാതകം ഒഴിച്ച്. വാസുവേട്ടൻ ചെയ്യാത്ത ആ ഒരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, കൊലപാതകം. എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ മേല. ഏത് തല്ലിപ്പൊളി സാഹചര്യത്തിലായാലും നീ ആ ചെയ്തത് തെറ്റാ. എങ്ങനെ പറ്റിയടാ നിന്നെ കൊണ്ടത്? ദയവ് ചെയ്ത് എന്നെ കൊണ്ടത് ഓർമ്മിപ്പിക്കല്ലേ. എനിക്കത് കേൾക്കാൻ വേണ്ട. ഞാൻ ദാ ഉറങ്ങാൻ പോവുക. ഇന്നിനിപ്പോ ഉറക്കം കിട്ടുമോ എന്തോ.
അല്ല, നിനക്കുറങ്ങിയൊന്നും വേണ്ടേ? ആ, ഉറങ്ങണം. പിന്നെ വാസുവേട്ടൻ കൈമൾ സാറിനോട് പറഞ്ഞത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണോ? ഏത് കാര്യം? അല്ല, വീണ്ടും ജയിലിൽ ചാടുന്ന കാര്യം. എന്താടാ, നീയും കൂടെ ചാടുന്നുണ്ടോ എന്റെ കൂടെ? അയ്യോ, ഞാനില്ല, അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. ഞാൻ ഇതിനു മുമ്പ് ജയിലിൽ ചാടിയിട്ടുള്ള കാര്യം സത്യമാണെങ്കിൽ കൈമൾ സാറിനോട് പറഞ്ഞ കാര്യവും സത്യം തന്നെ. അതായത് ഇനിയും ചാടുമെന്നാണോ? ഇനിയും ചാടുമെന്നല്ല, ഉടൻ ചാടും എന്നാണ് പറയേണ്ടത്. ഉടൻ തന്നെ അത് നടന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഉടുമ്പൻ വാസു എന്ന് വിളിപ്പേരുള്ള ശുഗപുരം വാസുദേവൻ മറ്റ് 2 തടവ് പുള്ളികളോടൊപ്പം ജയിലിൽ ചാടി. പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ. പിറ്റേ ദിവസം തന്നെ വാസുവേട്ടൻ പിടിയിലായി. ജയിലിനടുത്തുള്ള ടൗണിലെ തട്ടുകടയിൽ വെച്ച്. പതിവ് പോലെ വാസുവേട്ടൻ പിടികൊടുത്തതാവാനേ വഴിയുള്ളൂ. കൂടെ ജയിലിൽ ചാടിയ ഒരാൾ കർണാടക ബോർഡറിൽ വെച്ച് ഒരാഴ്ചക്കകം പിടിയിലായി. മാസങ്ങൾക്ക് ശേഷം മറ്റേയാളും. വാസുവേട്ടനെ ജയിൽ മാറ്റി. 2 ജയിലുദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ, 2 ആൾക്ക് സ്ഥലം മാറ്റം. വാസുവേട്ടനെ ജയിലിൽ മാറ്റിയത് പിന്നെ 1 മാസത്തോളം സെല്ലിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഏകാന്ത തടവിന്റെ ആ നാളുകൾ കഠിനം തന്നെയായിരുന്നു. ഒറ്റയ്ക്കാവുന്നതിലും വലിയ ശിക്ഷ വേറെയില്ലെന്ന് ആ ദിവസങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ ചെയ്ത കൊടും പാതകം ഉറങ്ങുമ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഭാഗ്യത്തിന് ആ നാളുകൾ ഏറെ നീണ്ടു നിന്നില്ല. കൈമൾ സാറിന്റെ റോന്തു ചുറ്റലിന്റെ ഒരു രാത്രി. എന്താണോ 458? സുഖമല്ലേ? ഇവിടെ എന്തോന്ന് സുഖം സാറേ. ഏതായാലും തന്റെ ഒറ്റയ്ക്കുള്ള സുഖജീവിതം നാളെ കൊണ്ട് തീരാൻ പോകുന്നു. താൻ അറിഞ്ഞില്ലേ? ഇല്ല, എന്താ കാര്യം? താനൊക്കെ ഒരു കണക്കിന് ഭാഗ്യമുള്ളവനാന്നേ ഞാൻ പറയൂ. പണ്ടൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവർ കണ്ടംപ്റ്റ് സെല്ലിൽ ഒറ്റയ്ക്ക് കഴിയണം, അതായിരുന്നു റൂള്. ഇപ്പോഴെന്ത് റൂള്? മുകളിലിരിക്കുന്ന ഏമാമാർക്ക് അപ്പോഴപ്പോൾ തലയിൽ തോന്നുന്നത് തന്നെ റൂള്. കൈമൾ സാറ് കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, തന്റെ ഇതിൻ്റെ അകത്തുള്ള ഏകാന്തവാസം നാളെ അവസാനിക്കുന്നു. സി ബ്ലോക്കിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നു. സി നമ്പർ 1279. ആരാ പുള്ളി? പുള്ളി തന്നെ പോലെ വമ്പൻ പുള്ളി തന്നെ. കുറ്റം കൊലപാതകം, ശിക്ഷ തൂക്കുകയർ. താൻ കേട്ടിട്ടില്ലേ? വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ കേസാണ്. സുപ്രീം കോടതിയിലായി ഇപ്പോൾ കേസ്. എന്നും കാണാമല്ലോ പത്രത്തിലും മറ്റും. അതൊക്കെ പോട്ടെ, ആളെങ്ങനെ? കൊല കൊമ്പനല്ലേ. റൂളും വകുപ്പും ഒക്കെ ഉദ്ധരിക്കുന്നത് കാണണം. അതൊന്നും അറിയാത്ത ഇവിടുത്തെ ഏമാന്മാർ അതും കേട്ട് ഒരു അക്ഷരം മിണ്ടാനാവാതെ ചമ്മി അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ വേറൊന്നുണ്ട്. ഇയാളെ കണ്ടു കിട്ടണമെങ്കിൽ ഒന്നിൽ പച്ചക്കറി തോട്ടത്തിൽ പോകണം, അല്ലെങ്കിൽ ജയിലിലെ ലൈബ്രറി പോകണം. ലൈബ്രറിയിലെ മിക്ക പുസ്തകങ്ങളും ഇതിനകം അയാൾ കരണ്ട് നിന്നിട്ടുണ്ടാവും. എനിക്കതാ മനസ്സിലാകാത്തത്. നാളെ മറ്റന്നാൾ തൂക്കുമരത്തിലേക്ക് പോകുന്ന ആളെന്തിനാ ഇങ്ങനെ ആക്രാന്തം പിടിച്ച് വായിച്ച് പഠിക്കുന്നത്? വരുന്നത് ആരാണെന്ന് കൈമൾ സാർ ഇനിയും പറഞ്ഞില്ല. സി നമ്പർ 1279, അതായത് ഗോപാലകൃഷ്ണൻ MK എന്ന് പേര്. ഈ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായുള്ള സൂപ്രണ്ടിന്റെ ഓർഡർ ഞാൻ ഇന്ന് ഓഫീസിൽ കണ്ടു. കൈമൾ സാർ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം തന്നെ ഗോപാലകൃഷ്ണൻ MK എന്ന 1279 നമ്പർ തടവ് പുള്ളി എന്റെ സെല്ലിൽ കൂട്ടാളിയായി എത്തി. എടുത്തു പറയാൻ വലിയ പ്രത്യേകതയൊന്നുമില്ലാത്ത ശരീരപ്രകൃതം. കണ്ണിലൊരു തിളക്കമുണ്ട്. തിളക്കമെന്നല്ല പറയേണ്ടത്, ഒരുതരം ആജ്ഞാശക്തി. ചുണ്ടിന്റെ കോണിലൊരു ചിരിയും. ചിരിയെന്നല്ല പറയേണ്ടത്, എല്ലാം അറിയുന്നവന്റെ ഒരുതരം ആത്മവിശ്വാസം. വൈകിട്ട് പതിവ് തലയെണ്ണലും കഴിഞ്ഞ് സെല്ലിനകത്ത് കടക്കുമ്പോഴുണ്ട് അവിടെ അരണ്ട വെളിച്ചത്തിൽ വലിയൊരു പുസ്തകവും വായിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ MK എന്ന ഗോപാലേട്ടൻ. ജയിൽ വളപ്പിൽ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തെ. എന്നെ കണ്ടതും വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചുവെച്ച് എന്നെ നോക്കി ഒന്ന് അമർത്തി മൂളി. തന്നെ ഞാൻ അവിടെ എവിടെയായി കണ്ടിട്ടുണ്ട്. എന്താ തന്റെ പേര്? ജോബ്. ഓഹോ, ബൈബിളിലൊരു ജോബുണ്ട്, അറിയോ തനിക്ക്? ഇല്ല അല്ലേ?
ദൈവം ചെകുത്താന് പരീക്ഷണ വസ്തുവായിട്ട് കൊടുത്ത ഇയ്യോബ്, ദൈവത്തിനായി ഏറെ സഹിച്ചവൻ. ആ ഇയ്യോബ് തന്നെയാണ് ജോബ്. ഉവ്വ്, കേട്ടിട്ടുണ്ട്. ഓ, അപ്പൊ കേട്ടറിവേ ഉള്ളൂ, വായിച്ചിട്ടില്ല. ആ, അതുപോട്ടെ. ഞാൻ ഗോപാലകൃഷ്ണൻ. അറിയാം. ഇതിനകത്തുള്ളവരെന്നെ ഗോപാലേട്ടൻ എന്ന് വിളിക്കും. പിന്നെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയണ്ട. എന്താ തന്റെ പേരിലുള്ള ചാർജ്? മർഡർ, കൊലപാതകം. എന്റേതും അതെ, കൊലപാതകം. വേറെയുണ്ട് കുറെ ചാർജുകൾ. താനിവിടെ എത്ര കാലമായി? 2 കൊല്ലമായി. സെഷൻസ് കോർട്ടിൽ നിന്ന് വിധി വന്നു. വധശിക്ഷ തന്നെയാണ്. സീസറുടെ ന്യായപ്രമാണം തന്നെ ഇപ്പോഴും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് ജീവൻ. വധശിക്ഷ അറിയിക്കുന്ന കുറ്റം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? പാപത്തിന്റെ ശമ്പളം മരണം എന്നുമില്ലേ ബൈബിളിൽ? നീ പറഞ്ഞ മരണം കേവലമായ മരണമല്ല, ആത്മീയ തലമുള്ള മരണമാണത്. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? കുറ്റം ചെയ്യുന്ന നിമിഷം മുതൽ അങ്ങോട്ട് മനസ്സിൽ കുറ്റവാളി ശിക്ഷ അനുഭവിച്ചു തുടങ്ങുന്നു എന്നുമുണ്ട്. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ കാതലെന്ന് പറയുന്നത് ഈ ആശയമാണ്. വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ല. വായിക്കണം. ഇവിടെ ജയിൽ ലൈബ്രറിയിലുണ്ട് അതിന്റെ 3-4 കോപ്പികൾ. വായിക്കണമെന്നൊക്കെ ഉണ്ട് ഗോപാലേട്ടാ, പക്ഷെ ഒന്നിനൊരു മൂഡില്ല. എന്താ പറയാ, ഒന്നിനൊരു രസമില്ല. അങ്ങനെയല്ല, വായിക്കണം. വായന പോലെ ആനന്ദം നൽകുന്ന മറ്റൊന്നില്ല. ഇനി അഥവാ മറ്റൊന്നുണ്ടാവുമെങ്കിൽ അതൊരു പക്ഷെ കൃഷിയായിരിക്കും. കൃഷിയുടെ ആനന്ദമെന്ന് പറഞ്ഞത് വിളവെടുപ്പിന്റെ ആനന്ദമല്ല കേട്ടോ. വിളവെടുപ്പിൻ്റേത് സന്തോഷമാണ്. എത്ര മേനി കൊയ്തു എന്നതൊക്കെ കേവലം സന്തോഷം. ഈ സന്തോഷവും ആനന്ദവും തമ്മിൽ വലിയ അന്തരമുണ്ട്. എനിക്ക് തോന്നുന്നു മണ്ണിലിട്ട ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ, അതല്ലെങ്കിൽ പുതുതായി ഒരു ഇല കിളിർത്തു വരുമ്പോൾ നാം അനുഭവിക്കുന്ന ഹൃദയവികാരമുണ്ടല്ലോ, അതല്ലേ ശരിക്കും ആനന്ദം. ആനന്ദം തേടിയാണ് ഞാനും തുടങ്ങിയത്. എന്റെ ആ യാത്ര ഇതിനകത്താണ് അവസാനിച്ചത്. മനസ്സിലായില്ല. ലാളിച്ചു വഷളായ ഒരു ധൂർത്തപുത്രനായിരുന്നു ഞാൻ. ലഹരിയുടെ വഴികളിലൂടെയൊക്കെ തന്നെ ചെറുപ്പം മുതലേ ഈ പറഞ്ഞ ആനന്ദവും തേടി ഇറങ്ങിയവനാണ് ഞാൻ. അപ്പച്ചൻ നേരത്തെ മരിച്ചു. അമ്മച്ചിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇച്ചായൻ ഒരാളുണ്ടായിരുന്നത് ചെറുപ്പം മുതലേ ബോർഡിംഗ് സ്കൂളുകളിലും കോളേജ് ഹോസ്റ്റലുകളിലുമായി. അങ്ങനെ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. മദ്യത്തിലായിരുന്നു തുടക്കം. പിന്നീടതങ്ങ് വിവിധ വഴികളിലൂടെ എന്നെക്കൊണ്ട് ആ പാതകം ചെയ്യിച്ചതും ലഹരി ഒന്നു മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യരുടെ മുന്നിൽ യഥാർത്ഥ ആനന്ദത്തിന്റെ വഴികളേറെ ഉണ്ടെങ്കിലും അവനത് തെരഞ്ഞെടുക്കാൻ പരാജയപ്പെട്ടു പോകുന്നു എന്ന്. കൈമൾ സാറ് റൗണ്ട്സിനെത്തും വരെ അന്ന് രാത്രി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പതിവിന് വ്യത്യസ്തമായി കൈമൾ സാർ അധികം വർത്തമാനത്തിനൊന്നും നിന്നില്ല. ഗോപാലേട്ടനോട് സംസാരിക്കുമ്പോൾ കൈമൾ സാറിൽ ഭവ്യതയും ബഹുമാനവും ഒക്കെ തെളിഞ്ഞു കണ്ടു. അന്ന് കുറെ കാലത്തിന് ശേഷം ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങി. ജയിൽ കെട്ടിനകത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ചൂടും പറ്റിക്കിടന്ന കുട്ടിക്കാലത്തെ രാത്രി മഴകൾ എൻ്റെ ഓർമ്മയിലെത്തി. പിറ്റേന്ന് പകൽ സി ബ്ലോക്കിലെ തടവ് പുള്ളികളിൽ നിന്ന് ഗോപാലേട്ടൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദ്യം, പിന്നീട് തീവ്ര കമ്മ്യൂണിസ്റ്റ്. അവിടെ നിന്നും പിരിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവും ഒക്കെയായി കുറെ കാലം. ഏറ്റവും ഒടുവിൽ കൃഷിക്കാരുടെ നേതാവായിരിക്കുമ്പോഴാണ് കൊലപാതക കേസിൽ പെടുന്നത്. സത്യത്തിൽ എന്താണ് നടന്നതെന്ന് അറിയണം. ഞാൻ രാത്രിയാകാൻ കാത്തിരുന്നു. സെല്ലിൽ കയറിയ ഉടൻ ഗോപാലേട്ടൻ അന്നത്തെ വിശേഷങ്ങൾ സന്തോഷത്തോടെ പറയുകയായിരുന്നു. എടോ, താൻ കണ്ടിട്ടുണ്ടോ ജയിൽ വളപ്പിൽ കാട് പിടിച്ച് കിടക്കുന്ന തെക്കേ മൂല, ആ വാച്ച് ടവറിന്റെ കിഴക്കുവശത്തായിട്ട്? ഈ വാച്ച് ടവറിന്റെ കിഴക്കുവശം? ഷീടാ, ഇവനെ കൊണ്ട് ആ വരിക്കപ്ലാവില്ലേ, പിടികിട്ടി. ആ, അതിന്റെ അപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന കാട് പിടിച്ച മൂലയിലുള്ള സ്ഥലത്ത് ഇക്കൊല്ലം കരനെൽ കൃഷി ചെയ്യാൻ പാടില്ലേ എന്ന് സൗകര്യത്തിന് കിട്ടിയപ്പോൾ ഞാൻ ആ ജയിലറോട് ചോദിച്ചു. ഞാൻ ഈ ജൈവകൃഷിയുടെ കാര്യമൊക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അയാൾക്കത് ബോധ്യമായ മട്ടുണ്ട്. അയാൾ കുഴപ്പമില്ല കേട്ടോ.
ഇനിയിപ്പോൾ സൂപ്രണ്ടിന്റെ പെർമിഷൻ കൂടി കിട്ടിയാൽ മതിയാവും. അങ്ങേരത് സമ്മതിച്ചാൽ നമ്മൾ ഒരു കലക്ക് കലക്കും. ഇവിടെ ചെങ്കീര്യൻ എന്നൊരു നാടൻ വിത്തുണ്ട്, അതായിരിക്കും ഇവിടെ യോജിക്കുക. ഈ ഗോപാലേട്ടന് കൃഷി എന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. എടോ, 2 ധാന്യം തിന്നുന്നവര് 4 ധാന്യം സ്വന്തമായി ഉണ്ടാക്കണമെന്നാ. അതറിയോ തനിക്ക്? അറിയില്ല. അങ്ങനെ പലതും അറിയാനുണ്ട് താൻ. എനിക്കിപ്പോൾ അറിയേണ്ടത് അതൊന്നുമല്ല. പിന്നെ ഇത്രയും വായനയും അനുഭവമൊക്കെ ഉള്ള ഗോപാലേട്ടൻ എങ്ങനെ ഒരു കൊലക്കേസിൽ പെട്ടു എന്നതാണ്. അതാണ് അറിയേണ്ടത്. ഓ, ഞാനിപ്പോ എന്റെ കഥ ഫ്ലാഷ് ബാക്ക് അടിക്കണം അല്ലേ? എടോ, സൗകര്യമില്ല എനിക്ക്. ഇനിയിപ്പോ ഞാനത് പറഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കൽ പോലും മണ്ണ് കിളക്കാത്ത തന്നെപ്പോലുള്ളവന്മാർക്ക് അതിൽ തലേ കയറാനൊന്നും പോണില്ല. തനിക്ക് ജോബെന്നല്ല പേരിടേണ്ടിയിരുന്നത്, ജോബ്ലെസ് എന്ന പേരാ തനിക്ക് കൂടുതൽ ചേരുക. ഗോപാലേട്ടൻ അത് പറയരുത്. ഇവിടെ വന്ന പിന്നെ ഞാനും ചിലപ്പോഴൊക്കെ മണ്ണിൽ പണിയെടുത്തിട്ടുണ്ട്. ഗോപാലേട്ടന്റെ കൺമുമ്പിൽ പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. എടോ, വാർഡർമാർ പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ മണ്ണിലിറങ്ങുന്നതും താല്പര്യത്തോടുകൂടി മണ്ണിലിറങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതറിയോ തനിക്ക്? അതൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചതിന് ഗോപാലേട്ടൻ മറുപടി പറയേ. എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടത്? ഇത് വലിയ തൊന്തരവായല്ലോ. സമയമാവുമ്പോൾ ഞാനതൊക്കെ തന്നോട് പറയാം. അതൊന്നും ഉണ്ടാവില്ല. എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോപാലേട്ടൻ പിന്നീട് എന്നോട് മിണ്ടുക പോലുമില്ല. അത്രയ്ക്കും കൊടിയ കുറ്റമാണ് ഞാൻ ചെയ്തത്. എല്ലാ മനുഷ്യരിലും ഉണ്ടടോ ഏറിയും കുറഞ്ഞും ഈ കുറ്റവാസന. അതിനെ ആളിക്കത്തിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കുറ്റം സംഭവിച്ചു പോകുന്നതാ പലപ്പോഴും. ഈ സാഹചര്യങ്ങളാകട്ടെ പലപ്പോഴും നമ്മുടെ കൈപ്പിടിയിലായിരിക്കില്ല താനും. അതിരിക്കട്ടെ, ലോവർ കോർട്ട് വിധിക്കെതിരെ നീ അപ്പീൽ സമർപ്പിച്ചിട്ടില്ലേ? ഇല്ല. അതെന്താ? എന്തിന്? ആർക്കു വേണ്ടി? മനസ്സിലായില്ല. ആർക്കും വേണ്ടാത്തവൻ, എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ എന്തിനു പുറത്തിറങ്ങണം? വീട്ടുകാരില്ലേ തനിക്ക്? ഉണ്ടെന്നും പറയാം, ഇല്ലാന്നും പറയാം. തെളിച്ച് പറയടോ താൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ഇച്ചായനുണ്ട്. ഇച്ചായനും ഇച്ചായന്റെ കുടുംബവും, അത്ര തന്നെ. നീ ആ ഇച്ചായന്റെ വിലാസവും നമ്പറും എനിക്കിതാ. ജയിലിന് പുറത്ത് നിറയെ എനിക്ക് ആൾക്കാരുണ്ട്. അവരിൽ പലരും വക്കീലന്മാരുമാണ്. ഞാൻ ആരെങ്കിലും വിടാം തന്റെ ഇച്ചായന്റെ അടുത്തേക്ക്. ഇല്ല ഗോപാലേട്ട, നടക്കാത്ത കാര്യമാണ് ഗോപാലേട്ടൻ ഈ പറഞ്ഞത്. എന്റെ കാര്യവും പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ഏത് വക്കീലായാലും ഇറക്കി വിടും ഇച്ചായൻ. അക്കാര്യമൊക്കെ നീ എനിക്ക് വിട്ടതാ. എന്റെ കാര്യങ്ങൾ ശരിക്കും അറിയാത്തതുകൊണ്ടാ ഗോപാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൊലക്കേസ് പ്രതിയായ അനുജനെ ഒരു ഇച്ചായനും എഴുന്നള്ളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്നെനിക്കറിയാം. എന്നാലും സംസാരിച്ച് ബോധ്യപ്പെടുത്താവുന്ന കാര്യമാണിതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല ഗോപാലേട്ട, അതൊന്നും ശരിയാവില്ല. എന്തേ ശരിയാവാത്തത്? നിന്നെപ്പോലുള്ള ചെറുപ്പക്കാർ തൂക്കുമരത്തിൽ പോയി തൊലയേണ്ടവരല്ല. പുറത്തൊരു സമൂഹമുണ്ട്, തിളച്ചു മറിയുന്നൊരു സമൂഹം. ആ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനാകും നിന്നെപ്പോലുള്ള ബാല്യക്കാർക്ക്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അറിയാത്തതുകൊണ്ടാ ഗോപാലേട്ടൻ ഇങ്ങനെ. ലഹരി പുറത്ത് നീ ഒരാളെ കൊന്നു, ചുരുക്കി പറഞ്ഞ അതല്ലേ നിന്റെ ബാക്ക്ഗ്രൗണ്ട്? അതെ, കൊന്നു. ലഹരിപ്പുറത്ത് തന്നെ. എന്നാൽ ആരെയാണ് കൊന്നതെന്ന് ഗോപാലേട്ടൻ ഇതുവരെ എന്നോട് ചോദിച്ചില്ല. ഞാനത് ഇന്നലെ തന്നെ തന്നോട് പറഞ്ഞതല്ലേ, ക്രൈമിനെ കുറിച്ച്, അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. അത് ചെയ്ത ആളോട് തന്നെ ചോദിക്കാന്ന് വെച്ചാ എന്തോ എനിക്കത്. അല്ല, ഗോപാലേട്ടൻ അത് അറിയണം. ഒരു നൊയമ്പ് മാസക്കാലം വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് അന്ന് രാവിലെ വീട്ടിലെത്തിയതായിരുന്നു ഞാൻ. ഇച്ചായൻ ആ കാലം തിരുവനന്തപുരത്ത് ബാങ്കിലായിരുന്നു. മോളിച്ചേച്ചിയും ട്രീസമോളും ഇച്ചായന്റെ കൂടെ അവിടെ തന്നെ. ഉച്ച മുതലേ പുറത്തേക്ക് പോയ അമ്മച്ചിയും കാത്ത് ഞാൻ ഉമ്മറത്തിരിപ്പായിരുന്നു. അമ്മച്ചി ബാങ്കിൽ നിന്ന് കൊണ്ടുവരുന്ന 5 ലക്ഷം രൂപ എനിക്ക് അന്ന് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. ബാംഗ്ലൂരിലെ വഴിതെറ്റിയ ജീവിതം എന്നെ അത്രയ്ക്കങ്ങ് കടക്കാരനാക്കിയിരുന്നു. വൈകുന്നേരമായി. അമ്മച്ചിയെ കാണാതെ എനിക്ക് കലി കയറി വന്നു. അതിനൊപ്പം ഞാൻ ലഹരി മദ്യമായും മയക്കുമരുന്നായും പുതുക്കിക്കൊണ്ടുവരുന്നു. കുറച്ചു നേരം മയങ്ങിപ്പോയെന്ന് തോന്നി. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നപ്പോ ഗേറ്റ് തുറന്ന് 2 രൂപങ്ങൾ എനിക്ക് അഭിമുഖം വരുന്നതായി തോന്നി. ലഹരിയിൽ അമ്മച്ചിയെ 2ആയി കാണുന്നതായാണ് ആദ്യം വിചാരിച്ചത്. അത് അമ്മച്ചിയും സേവ്യറച്ചനുമായിരുന്നു. പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി. എന്നെ ഉപദേശിച്ച് നന്നാക്കാനായി
അമ്മച്ചി സേവ്യറച്ചനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. പള്ളിയിലൊന്നും കാണാറില്ലല്ലോ എന്നും പറഞ്ഞ സേവ്യറച്ചൻ തുടങ്ങിയത്. അമ്മച്ചി ചായ ഇടാനകത്തേക്ക് പോയി. സേവ്യറച്ചൻ ബൈബിൾ വചനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ബോറടിപ്പിച്ചു. എന്റെ കണ്ണുകൾ അടഞ്ഞേ പോയി. നോക്കുമ്പോൾ ഇരുട്ടാണ്, രാത്രിയാണ്. സേവ്യറച്ചൻ പോയി കഴിഞ്ഞിരുന്നു. അമ്മച്ചി അകത്ത് മുട്ടൂത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിയെ കാശ് എന്ന് ചോദിച്ച് ഞാൻ അലറി. കേൾക്കാത്ത മട്ടിൽ അമ്മച്ചി ഒന്നുമേ മിണ്ടാതെ കണ്ണടച്ച് പ്രാർത്ഥന തുടർന്നു. പറഞ്ഞ കാശ് കൊണ്ടുവരാതെ അമ്മച്ചി എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഒരലർച്ചയോടെ ഞാൻ അടുക്കളയിലേക്ക് ഓടിയത് മാത്രം ഓർമ്മയുണ്ട്. പിറ്റേന്ന് ഉണർന്നു നോക്കുമ്പോൾ അമ്മച്ചി ചോരയിൽ കുളിച്ച് ചുവരിലൊരു മൂലയ്ക്ക് ചാരിയിരുത്തിയ മട്ടിൽ അമ്മച്ചിയുടെ അനക്കവറ്റ മരവിച്ച ശരീരം. അമ്മച്ചിയുടെ മടിയിൽ തലവെച്ച് ആ രാത്രി മുഴുവൻ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കാണും. ഉണർന്നു നോക്കുമ്പോൾ ഞാൻ ചോരയുടെ ഉണങ്ങാ നനവിൽ അമ്മച്ചിയുടെ മടിയിലാണ്. തലേന്ന് രാത്രി അടുക്കളയിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത കറിക്കത്തി അപ്പോഴും എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതേപോലെട്ടാ എൻ്റെ പൊന്നു പോലത്തെ അമ്മച്ചിയെ തന്നെയാ നശിച്ച രാത്രിയിൽ ഞാൻ വെട്ടി തുറക്കിയത്. സത്യമാണോ താനീ പറഞ്ഞത്? എന്നിട്ടെന്താ? പോലീസ് സ്റ്റേഷനിലും കോടതി മുറിയിലും ജയിലിലുമൊക്കെ മനോനില തെറ്റിയവനെ പോലെ ഞാൻ അക്രമാസക്തനായിരുന്നു. ലഹരിക്കായി എന്റെ രക്തം അത്രമേൽ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ലഹരിയുടെ പിശാച് എന്നെ വിട്ടൊഴിഞ്ഞപ്പോ ഞാൻ ചെയ്ത പാതകത്തിന്റെ ഭീകരത എനിക്ക് ബോധ്യമായി. പിന്നീട് അങ്ങോട്ട് വിഷാദ രോഗത്തിന്റെ അടിമയായി കുറെ നാളുകൾ. ആ ദിനങ്ങളിൽ തള്ളേനെ കൊന്നവനെന്ന് ആർത്ത് പോലീസുകാരും വാർഡർമാരും, എന്തിന് സഹതടവുകാർ പോലും എന്റെ മേൽ ചാടി വീണ് മർദ്ദിക്കും. ഒക്കെയും പീഡനപാതയിലെ ചാട്ടവാറടികൾ പോലെ ഞാൻ ഏറ്റുവാങ്ങി. ലഹരിയുടെ പാതാളത്തിൽ പതിച്ചവനായിരുന്നു ഞാൻ. ആർക്കും ഒരിക്കലും രക്ഷപ്പെടുത്താനാവാത്ത പാതാളക്കുഴിയിൽ വീണ് തൊലഞ്ഞവൻ. ഒക്കെയും സംഭവിച്ചു പോയില്ലേ? നീ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെ. നിന്നെക്കൊണ്ടത് ചെയ്യിച്ചത് ലഹരിയാണെന്നത് വ്യക്തം. മെന്റൽ ഡിസോർഡറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിനക്കുള്ളതായി നീ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ലീഗലി ഫൈറ്റ് ചെയ്യാനുള്ള കുറെ പഴുതുകൾ നിന്റെ കേസിലുണ്ടെന്ന്. നിന്റെ വീട്ടുകാർ നിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ കേസ് നടത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ഈ ശിക്ഷയൊന്നും കിട്ടില്ലായിരുന്നു. നിനക്ക് രക്ഷപ്പെടാനാവും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. രക്ഷപ്പെട്ടിട്ട് എന്തിനാ ഗോപാലേട്ടാ? അല്ലെങ്കിലും ഞാൻ ചെയ്ത പാപത്തിൽ നിന്നും എനിക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാനാവുക? മനുഷ്യനായാൽ ആദ്യം വേണ്ടത് ശുഭപ്രതീക്ഷയുള്ളൊരു മനസ്സാണ്. നീ ഈ കേസ് എനിക്ക് വിട്ടതാ. ഏതായാലും എന്റെ കേസുമായി ബന്ധപ്പെട്ട് വക്കീലന്മാർ കുറെ കയറി ഇറങ്ങുന്നുണ്ട് ഇവിടെ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അടുത്ത ദിവസം മുതൽ തന്നെ ഗോപാലേട്ടൻ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കി തുടങ്ങി എന്ന് വേണം കരുതാൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു അഡ്വക്കേറ്റ് ക്ലാർക്ക് വന്നു. അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തൊക്കെ ഞാൻ ഒപ്പുവെച്ചു. അതിനിടെ ജയിൽ വളപ്പിൽ കാട് പിടിച്ചു കിടന്നിരുന്ന തെക്കേ ഭാഗത്ത് കരനെൽ കൃഷി ചെയ്യാനുള്ള ഗോപാലേട്ടന്റെ പദ്ധതിക്ക് ജയിലധികൃതർ സമ്മതം മൂളി. ആ ഭാഗമെന്നല്ല, ജയിൽ വളപ്പ് മുഴുവൻ ഗോപാലേട്ടന്റെ നേതൃത്വത്തിൽ പച്ച പിടിപ്പിച്ചു ഞങ്ങൾ. വളമൊന്നും ചേർക്കാതെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ പച്ചക്കറികൾ പുറത്ത് വിറ്റഴിക്കാൻ പ്രത്യേക സംവിധാനം വന്നു. അന്നോളം മടിച്ചു മാത്രം കടന്നുപോയിരുന്ന ദിവസങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് വേഗത കൂടി. ഉറക്കമില്ലാത്ത രാത്രികൾ പഴയ ഓർമ്മയായി. അധ്വാനത്തിന്റെ ആനന്ദത്തിൽ കണ്ണടച്ചതും ഉറക്കം വരവായി. അതിനിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഇച്ചായൻ എന്നെ കാണാൻ ജയിലിലെ സന്ദർശക മുറിയിൽ വന്നു. എത്ര കാലത്തിന് ശേഷമാണ് എന്റെ ഇച്ചായനെ. സന്തോഷവും സങ്കടവും കൊണ്ട് ഞാൻ ആകെ എന്താ പറയാ. അമ്മച്ചിയുടെ അതേ മുഖഛായയാണ് ഇച്ചായന്. ആ മുഖത്തേക്ക് നോക്കാൻ
ഞാനെന്തോ ഒന്ന് ഭയന്നു. ഇച്ചാൻ കുറെ നേരമായോ വന്നിട്ട്? ആ കോമ്പൗണ്ടിന്റെ അങ്ങേ അറ്റത്തായിരുന്നു ഇന്ന് പണി. ആ വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി വക്കീലായിരിക്കുമെന്ന്. ഇച്ചാനാണെന്ന് വിചാരിച്ചതേ ഇല്ല. ആ ഇച്ചാൻ സുഖം തന്നെയല്ലേ? ഞാൻ ആ ചോദ്യം തിരിച്ചു ചോദിക്കണ്ടല്ലോ. നിനക്ക് ഇതിൻ്റെ അകത്ത് സുഖം തന്നെയാണോ എന്ന്? കുഴപ്പമില്ല ചായ, അങ്ങനെ പോകുന്നു. ആരായി അഡ്വക്കേറ്റ് ബേബി ജോൺ? നിനക്കെങ്ങനെയാ അയാളെ പരിചയം? അഡ്വക്കേറ്റ് ബേബി ജോണോ? എനിക്കറിയില്ലല്ലോ. ആ എന്നെ ഒരു 4-5 തവണ ഫോണിലൂടെ കോൺടാക്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വരികയും ചെയ്തു. ഓ, അത് ഗോപാലേട്ടനെ ഏർപ്പാടാക്കിയതായിരിക്കും. ഇച്ചാനോട് സംസാരിക്കാൻ ആളെ അയക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആരായി ഗോപാലേട്ടൻ? ഗോപാലേട്ടൻ ഇതിനകത്ത് തന്നെയുള്ള ഒരു പ്രതിയാണ്. ഞങ്ങൾ ഒരേ സെല്ലിലുണ്ടായിരുന്നു കുറെ കാലം. നല്ല ഉപകാരിയാ. പുറത്തൊക്കെ നല്ല കണക്ഷനുണ്ട്. എന്റെ കോടതി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അദ്ദേഹമാണ്. ഓ അത് ശരി. ഞാനൊരു കാര്യം ചോദിച്ചാ ഇച്ചാൻ സത്യം പറയോ? എന്നോടിപ്പോഴും പഴയ പോലെ വെറുപ്പും വൈരാഗ്യം ഉണ്ടോ ചായ? പിന്നില്ലാതെ. ഇപ്പോഴും പഴയതുപോലെ അതേ തീവ്രതയിൽ? എനിക്കറിയില്ല. മറ്റൊന്നുമല്ല, ഞാൻ ഈ വക്കീൽ ഗുമസ്തൻ കാണിച്ചു തരുന്ന പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത് ഇച്ചാൻ എന്നോട് എല്ലാം പുറത്തിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തിലാണ്. കാലം എല്ലാം മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഗോപാലേട്ടൻ പറയാറ്. കാലം അങ്ങനെ എല്ലാം മായ്ച്ചു കളയുന്ന മാന്ത്രികനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലതൊക്കെ ഉണ്ടാവും മായ്ച്ചു കളയാനാകാത്തതായിട്ട് എപ്പോഴും കൂടെ. ആ ചിലതിൽ ഞാൻ ചെയ്ത കൊടും പാതകം കൂടി ഉണ്ടാവുമല്ലേ ചയ? നിശ്ചയമായും അതുണ്ട്. വേറെ ചിലത് കൂടിയുണ്ട്. ശവമഞ്ചത്തിനരിയെ കൈക്കുഞ്ഞിനെയും എടുത്ത് അപ്പച്ചന്റെ മരവിച്ച നെറ്റിയിൽ അന്ത്യചുംബനം അർപ്പിക്കുന്ന എന്റെ അമ്മച്ചി, അമ്മച്ചിയുടെ വിരലിൽ തൂങ്ങി പള്ളിയിലേക്ക് പോകുന്ന അനിയൻ ചെക്കൻ, ബോർഡിങ്ങിലേക്കും ഹോസ്റ്റലിലേക്കും പോകാൻ നിൽക്കുന്ന എന്നെ കരഞ്ഞു വിളിച്ച് തടയുന്ന വികൃതി പയ്യൻ, പിന്നെ ഒടുക്കം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയ നീ കുത്തിക്കേറി വികൃതമാക്കി എന്റെ അമ്മച്ചിയുടെ തണുത്ത ശരീരം. ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് നീ പറഞ്ഞ കാലം മായ്ച്ചു കളഞ്ഞാലും ഒരു ദൃശ്യം അവിടെ ബാക്കി നിൽക്കും. ഒന്നും അറിയാത്തവനെ പോലെ, ചെയ്തു കൂട്ടിയത് എന്തെന്ന് മനസ്സിലാകാത്തവനെ പോലെ അന്ന് പോലീസുകാരോടൊപ്പം കൂസലില്ലാതെ നടന്നു നീ എന്റെ അനുജന്റെ ദൃശ്യം. എന്തിനായിരുന്നടാ നീ അത് ചെയ്തത്? ഞാനല്ല, അത് ഞാനല്ല. അതേതോ സാത്താൻ എന്റെ ബോധം കെടുത്തി. എനിക്ക് ബോധമില്ലായിരുന്നു ചായ, ബോധമുണ്ടായിരുന്നു. നമ്മുടെ അമ്മച്ചിയെ എനിക്ക് എങ്ങനെ ചായ? അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞാനും മോളി എത്തുമ്പോ വീടിന്റെ മുന്നിൽ ജനപ്രളയമായിരുന്നു. അകത്ത് കിടന്നപ്പോ ഒരു വശത്ത് ഭ്രാന്തനെ പോലെ നീ, മറ്റേ ഭാഗത്ത് ചോരയിൽ കുളിച്ചിടക്കുന്ന അമ്മച്ചിക്കും മാനസിക നിലതെറ്റിയ അനിയനുമിടയിൽ ഞാൻ. നീ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എങ്ങനെ അതെല്ലാം അതിജീവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഉറക്കമില്ലാത്ത രാത്രികളിൽ സെല്ലിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ ഞാനും വെച്ച എന്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കാറുണ്ട്. മോളി ചേച്ചിക്കും ട്രീസ മോൾക്കും സുഖം തന്നെയല്ലേ ചായ? ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ നിനക്കിഷ്ടാവുമെന്ന് പറഞ്ഞു മോളി കുറച്ച് പാലപ്പവും ഇറച്ചിക്കറിയൊക്കെ തന്നുവിട്ടിരുന്നു. ഭക്ഷണം അകത്ത് കൊണ്ടുപോകരുതെന്നും പറഞ്ഞ് അവര് അത് ഗേറ്റിൽ പിടിച്ചു വെച്ചു. അത് സാരമില്ല. പിന്നെ ട്രീസമോള് വലുതായോ ചായ? അവൾക്ക് പൊക്കമൊക്കെ വെച്ചോ? എന്നെ തിരക്കാറുണ്ടോ? ആ, ചിലപ്പോഴൊക്കെ. എന്നാൽ അവൾ എപ്പോഴും വല്യമ്മച്ചിയെയാണ് തിരക്കാറ്. വല്യമ്മച്ചി മരിച്ചുപോയി എന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെയാ മരിച്ചതെന്നപ്പോ അവൾക്കറിയണം. പിന്നെ ഞാൻ പറയാൻ മറന്നു, നിന്റെ അറസ്റ്റിന് ശേഷം 1-2 ആഴ്ച കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ തിരക്കി 2-3 പേര് വന്നിരുന്നു. വെറും തല്ലിപ്പൊളികള്.
നീ കടം വാങ്ങിയതായി 2-3 ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ച് 3-3.5 ലക്ഷം രൂപ അവർ കൊണ്ടുപോയി. മൊത്തം ഭീഷണിയും ഗുണ്ടായുസും ആയിരുന്നു. നിനക്കവിടെ ബാധ്യതകൾ ഉണ്ടായിരുന്നോ? അതെ ചേ, അത് ഞാൻ ഉണ്ടാക്കി വെച്ച ബാധ്യത തന്നെയായിരുന്നു. ഇച്ചാനത് സെറ്റിൽ ചെയ്തത് നന്നായി. അതല്ലെങ്കിൽ ഇച്ചാൻ അതൊരു തലവേദനയായേനെ. ഇത്തരം കക്ഷികളോടായിരുന്നോ ബാംഗ്ലൂരിൽ നിന്റെ ഡീലിങ്സ്? പെട്ടുപോയതാ ചായ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഹയർ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. നിനക്കപ്പോൾ ബിസിനസ് ചെയ്യണം, അതും ബാംഗ്ലൂരിൽ തന്നെ. ഒന്നും വേണ്ടായിരുന്നു, ഇച്ചായൻ പറഞ്ഞതനുസരിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടെന്തിനാ? പിന്നെ അഡ്വക്കേറ്റ് ബേബി ജോൺ ആവശ്യപ്പെട്ട ചില പേപ്പേഴ്സ് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. നിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച സമയത്തുള്ള പ്രിസ്ക്രിപ്ഷൻസും മരുന്നിന്റെ ഡീറ്റെയിൽസും ഒക്കെ. പൂട്ടിക്കിടന്ന നിന്റെ ആ ഷെൽഫ് കുത്തിപ്പൊട്ടിച്ച് തുറന്നാണ് അതൊക്കെ വക്കീലിനെ ഏൽപ്പിച്ചത്. താക്കോൽ അവിടെ എവിടെയും കണ്ടില്ല. താക്കോൽ അമ്മച്ചിയുടെ കസ്റ്റഡിയിലായിരുന്നു ആ ദിവസങ്ങളിൽ. പിന്നെ ഷെൽഫിൽ നിന്ന് കുറച്ച് ക്യാഷ്, കുറച്ചല്ല 5 ലക്ഷത്തിന്റെ ഒരു കെട്ട് ഭദ്രമായി പൊതിഞ്ഞു വെച്ച നിലയിൽ കിട്ടിയിരുന്നു. ഞാനത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നീ അതെന്തെങ്കിലും ആവശ്യത്തിന് കരുതി വെച്ചതാണോ എന്ന് അറിയില്ലല്ലോ. എന്താ ചായ പറഞ്ഞേ? എന്താ പറഞ്ഞ? 5 ലക്ഷം രൂപയോ എന്റെ ഷെൽഫിന്നോ? എന്താടാ അമ്മച്ചി? എന്താ നീ വല്ലാണ്ടിരിക്കുന്ന? എന്താ പറ്റിയത് നിനക്ക്? അമ്മച്ചി പിന്നെ എന്താ എന്നോട് പറയാതിരുന്ന? അമ്മച്ചിക്കത് എന്നോട് പറഞ്ഞോടായിരുന്നു. നിനക്ക് എന്താ പറ്റിയത്? അമ്മച്ചിയെല്ലാം തോപ്പിച്ചു കളഞ്ഞു. നീ എന്തായി പറയുന്നത്? തോപ്പിച്ചു കളഞ്ഞു. നീ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. സന്ദർശകർക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും യാത്ര പറയാതെ ഇച്ചായൻ സന്ദർശക മുറി വിട്ടു പോയി. എന്റെ കരച്ചിൽ ഇച്ചായനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ടാകണം. ഇച്ചായൻ എന്നോട് മുമ്പുണ്ടായിരുന്ന വെറുപ്പൊക്കെ മാറിയെന്ന് തന്നെ വേണം കരുതാൻ. ടൗണിൽ എന്റെ വക്കീലന്മാരെ ഇച്ചായൻ ഇടയ്ക്കിടെ പോയി കാണാറുണ്ടെന്ന് ഗോപാലേട്ടൻ പറഞ്ഞറിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും ധൃതി കൂട്ടി കടന്നങ്ങനെ പോയി. കേസിന്റെ വിസ്താരങ്ങൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് പലവട്ടം ചികിത്സയ്ക്ക് വിധേയനായിട്ടുണ്ടെന്ന കഴിഞ്ഞകാല ചരിത്രം ഹൈക്കോടതിയിൽ എനിക്ക് തുണയായി. എന്റെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. അതേസമയം ഗോപാലേട്ടന്റെ കേസ് സങ്കീർണമായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും പുള്ളിയെ ഏതെങ്കിലും വിധത്തിൽ അലട്ടുന്നതായി തോന്നിയതേയില്ല. ജയിലിനകത്ത് കരനെൽ കൃഷി തുടങ്ങിയത് പിന്നെ പുള്ളിക്കാരൻ വേറൊരു ലോകത്താണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ജയിൽ കെട്ടിനകത്ത് മുഷിപ്പും മടുപ്പും മാത്രമാണെന്ന്. അതങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകുമോ എന്ന് എനിക്കറിയില്ല. കരനെൽ കൃഷിയുടെ ഒരു കൊയ്ത്ത് ദിനം ഞാൻ ഓർക്കുന്നുണ്ട്. ശരിക്കും പള്ളിപ്പെരുന്നാൾ പോലെ എന്തൊരു മേളമായിരുന്നു. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ. അന്ന് വൈകിട്ട് സെല്ലിലെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യനെ പോലെ ഗോപാലേട്ടൻ പഴയ ഏതോ പാട്ട് ഉറക്കെ പാടുന്നുണ്ടായിരുന്നു. ആ പൂമരക്കുമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഒരു പൂമരക്കുമ്പിൽ. എന്താ ഇത് ഗോപാലേട്ടാ, അടിച്ച് ഫിറ്റായ പോലുണ്ടല്ലോ. അതേടാ മോനെ, ഫിറ്റാവാൻ കള്ള് വേണ്ടെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഓവേ, സന്തോഷായില്ലേ? നിനക്കോ? പിന്നില്ലേ, കൊയ്തങ്ങനെ മുന്നേറുമ്പോ എന്തായിരുന്നു ആവേശം. ആവേശത്തിനും സന്തോഷത്തിനും ഇടയിൽ എവിടെയോ ഒരു സങ്കടം, ഒരു നഷ്ടബോധം ഇല്ലാതില്ല. അതെന്തിനാ അനവസരത്തിലൊരു നഷ്ടബോധം?
അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നാളെ ആ വഴി പോകുമ്പോ വിളഞ്ഞു പാകമായ ചെങ്കീരിയന്റെ സ്വർണ്ണ നിറത്തിലുള്ള നെൽക്കതിരുകൾ തലകുനിച്ച് നിൽക്കുന്ന ആ കാഴ്ച ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോ വെറുതെ ഒരു സങ്കടം. അതിനെന്താ, അടുത്ത കൊല്ലം ആവട്ടെ, ഇതിലും കൂടുതൽ സ്ഥലത്ത് ഇതേ ഇനം നെല്ല് തന്നെ വിതയ്ക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ. അടുത്ത കൊല്ലത്തെ കൊയ്ത്താവുമ്പോഴേക്കും നമ്മളിതിനകത്തുണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് കഴിഞ്ഞാൽ നിനക്കുടൻ വരും റിലീസിംഗ് ഓർഡർ. എനിക്കും വരും ഒരു ഓർഡർ അങ്ങ് ഡൽഹിയിൽ നിന്ന്, പരമാധികാര ന്യായപീഠത്തിൽ നിന്ന്. ഏയ്, അതൊന്നും ഉണ്ടാവില്ല ഗോപാലേട്ടാ. നിങ്ങളുടെ കൂട്ടുകാരുടെ നിയമ പോരാട്ടങ്ങൾ വെറുതെ ആവില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. താൻ ഇതെന്തറിഞ്ഞിട്ടാ? എതിർപക്ഷം താൻ വിചാരിക്കുന്നതിനപ്പുറം കരുത്തുള്ളവരാണ്, പണവും സ്വാധീനവും ഉള്ളവർ. അവരിതിനകം തന്നെ എന്റെ തൂക്ക് ഉറപ്പ് വരുത്തി കാണും. ഇല്ല ഗോപാലേട്ടാ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഗോപാലേട്ടൻ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കൂ? നീ പറഞ്ഞ സ്നേഹം, പ്രാർത്ഥന, ദൈവം, ഇതൊക്കെ സത്യത്തിൽ അമൂർത്തങ്ങളായ ചില ആശയങ്ങൾ മാത്രമല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് ഗോപാലേട്ടൻ ശരിക്കും കരുതുന്നുണ്ടോ? സ്നേഹമൊന്നുമില്ലേ? ഉണ്ടോ? പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവില്ലെന്നാണോ? എനിക്കറിയില്ല, ഞാൻ പ്രാർത്ഥിക്കാറുമില്ല. അപ്പൊ പിന്നെ ദൈവം ഇല്ലെന്നാണോ? ആരാ നിന്റെ ഈ ദൈവം? ഭൂമിയിലെ നെറികെട്ടവന്മാരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നവനോ? സകലമാന കൊള്ളരുതായ്മകൾക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്നവനോ? ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നവനോ? പറ, ആരാ ഈ ദൈവം? ഗോപാലേട്ടൻ പണ്ട് ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. മണ്ണിൽ വീഴുന്ന വിത്തുകളെല്ലാം തന്നെ മുളക്കാറില്ലല്ലോ. അപ്പൊ പിന്നെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ മുളപ്പിക്കുന്നവനെ നമുക്ക് ദൈവമെന്ന് വിളിച്ചുകൂടെ? കിളിർത്തു വരുന്ന ഇലകളിൽ, വിരിഞ്ഞു വരുന്ന പൂക്കളിൽ, ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൽ എല്ലാം അവന്റെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നുണ്ടാവില്ലേ? നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. പ്രകൃതിയെയും പ്രകൃതി നിയമങ്ങളെയും പരിപാലിക്കുന്ന ഏതോ ശക്തിവിശേഷത്തിനു മുന്നിൽ ഞാനും ചിലപ്പോ അറിയാതെ തലകുനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വാർത്ഥങ്ങളായ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരാളായി ദൈവം എന്റെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ തൂക്കുമരം ഒഴിവാക്കി തരണമേ എന്നൊരപേക്ഷ ദൈവത്തിന് മുന്നിൽ ഞാൻ ഒപ്പിട്ട് എത്താനും പോകുന്നില്ല. സത്യം പറ, ഗോപാലേട്ടൻ തൂക്കിലേറാൻ പേടിയില്ലേ? നിശ്ചയിക്കപ്പെട്ട മരണം നിശ്ചയിക്കപ്പെട്ട നേരത്ത് വന്നെത്തുമ്പോ മരണഭയം തോന്നില്ലേ? പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോ മരണവുമില്ല, മരണഭയവുമില്ല. അതായിരിക്കും ഗോപാലേട്ടൻ എപ്പോഴും ഓരോന്നിലിങ്ങനെ മുഴുകിയിരിക്കുന്നതല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഏതായാലും തുരുമ്പെടുത്ത് തീരാൻ എന്നെ കിട്ടില്ല. തീരുന്നെങ്കിൽ തേഞ്ഞു തീരാനാണ് എനിക്കിഷ്ടം. ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ഗോപാലേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പേരുകേട്ട ശാസ്ത്രജ്ഞനാണ് കൊല്ലപ്പെട്ടത് എന്ന് മാത്രം അറിയാം. എന്തിനായിരുന്നു അത്? അതും ഗോപാലേട്ടനെ പോലെ ഒരാൾ. താൻ പറഞ്ഞതുപോലെ വെറുമൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ല അവൻ. അന്താരാഷ്ട്ര പ്രശസ്തനായ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ്. എനിക്കൊരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ്, കൃഷിക്കും കൃഷിക്കാരനുമിടയിൽ എന്തിനാണ് ഇതുപോലൊരു ഇടനിലക്കാരെന്നത്. നിനക്കറിയോ, നെൽകൃഷിക്ക് മാത്രമുണ്ട് 10,000 കൊല്ലത്തോളം വരുന്ന വലിയൊരു ചരിത്രം. ആ ചരിത്രമുണ്ടാക്കിയത് കൃഷിക്കാരൻ ഒറ്റയ്ക്കാ, അല്ലാതെ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ല. ഗോപാലേട്ടൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറല്ലേ? ഇടയ്ക്ക് ഞാൻ കാടും മേടും ഒക്കെ കയറിന്ന് വരും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി. ഇല്ല, ഞാൻ ഇനി മിണ്ടുന്നില്ല. ഗോപാലേട്ടൻ പറ. എന്റെ അടുത്ത ചങ്ങാതി മരിച്ചുപോയ മാധവന്റെ മകനായിരുന്നു അവൻ. മാധവനാണ് ശരിക്കും എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത്. വരൾച്ചയെയും രോഗങ്ങളെയും പ്രതിരോധിച്ച് വളരാൻ കെൽപ്പുള്ള നാടൻ നെൽവിത്തിനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് കാർഷിക കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മാധവന്റെ മകൻ കർഷകർക്കിടയിൽ വന്നത്. കൂട്ടത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ അവനെ സ്വീകരിച്ചത്. ഒക്കെയും പഠിച്ചെടുത്ത് അവൻ പോയത് വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്. അവിടെ അവൻ ഞങ്ങളുടെ വിത്തുകളുടെ ജീൻ ഘടന ഞങ്ങളറിയാതെ സമർപ്പിച്ചു. ഒരു കൃഷിക്കാരന്റെ മകൻ ഒരിക്കലും ചെയ്യരുതാത്തതാണ് അവനന്ന് ചെയ്തത്. ഒറ്റുകൊടുക്കുകയായിരുന്നു അവൻ.
വിത്തുകളുടെ പേറ്റന്റും ഡോക്ടറേറ്റുകളും പിന്നെ വൈക്കോൽ കൂന കണക്കെ ഡോളറുകളുമാണ് ആ ഒറ്റിലൂടെ അവൻ ആ ചതിയൻ സ്വന്തമാക്കിയത്. എന്നിട്ട് കുറെ കാലമായിട്ട് അവന്റെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞു വന്നു. കാണാൻ താല്പര്യമില്ല, കാണണ്ട എന്ന് തന്നെ പറഞ്ഞു ഞാൻ. എന്നിട്ട് അവനെ കണ്ടില്ലേ? ഞങ്ങളപ്പോ കൊയ്ത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പാടത്തായിരുന്നു. നോക്കുമ്പോഴുണ്ട് അവനും 1-2 ആൾക്കാരും കൂടെ വയലിലേക്ക് വരുന്നു. വിദേശത്ത് ഒരു വിത്ത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എന്നെ മാറ്റി നിർത്തി അവൻ സംസാരിച്ചു തുടങ്ങി. ജനിതക ഘടനയിൽ മാറ്റം വരുത്തി അവരുടെ കമ്പനി പുറത്തിറക്കിയ നെൽവിത്തിനങ്ങൾ ഞങ്ങളുടെ പാടശേഖരങ്ങളിൽ പരീക്ഷിക്കാൻ പറ്റുമോ എന്നറിയാനായിരുന്നു അവരുടെ വരവ്. കേട്ടതും എനിക്കെന്റെ ഉടലും മുഴുവൻ പെരുത്ത് കയറി. ഉടൻ തന്നെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു ഞാൻ. ഇനിയിപ്പം ആ വിത്തുകൾ പരീക്ഷിച്ചാൽ തന്നെ എന്താ ഇത്ര കുഴപ്പം? ഞാനിതാരോടാണ് സംസാരിക്കുന്നത്? നീ മഹാരാഷ്ട്രയിലെ വിദർഭ എന്ന പ്രദേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ 10,000-കണക്കിന് വരുന്ന പരുത്തി കർഷകർ ആത്മഹത്യ ചെയ്ത വാർത്തകളൊന്നും നീ വായിച്ചിട്ടില്ലേ? എവിടെ? നമുക്ക് ചുറ്റും എന്തൊക്കെയാ നടക്കുന്നതെന്നറിയാതെ താനൊക്കെ എന്തിനാടോ ഇങ്ങനെ ജീവിക്കുന്നത്? ഞാനിതൊക്കെ അറിയാൻ വേണ്ടി തന്നെയല്ലേ ഗോപാലേട്ടനോട് ചോദിക്കുന്നത്. എടോ, കൂടുതൽ വിളവ് കിട്ടും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബഹുരാഷ്ട്ര വിത്ത് കമ്പനികൾ ഈ പറഞ്ഞ പരുത്തി കർഷകർക്കിടയിൽ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ വ്യാപകമായി വിതരണം ചെയ്തു. വിത്തുകളിലല്ലേ ജീവൻ ഉറങ്ങിക്കിടക്കുന്നത്. ആ വിത്തുകളുടെ മേൽ ലാഭക്കൊതിയന്മാർ പിടിമുറുക്കി കഴിഞ്ഞാൽ പാവപ്പെട്ട കർഷകന് പിന്നെ എന്താണ് ഒരു നിവൃത്തി? ആത്മഹത്യയല്ലാതെ. ഗോപാലേട്ടൻ പറയുന്ന കാര്യങ്ങള് എനിക്ക് അത്രക്കങ്ങ് മനസ്സിലാകുന്നില്ല. ഇതിലെന്താടോ ഇത്ര മനസ്സിലാക്കാനുള്ളത്? ഒന്നാമത് ഈ വിത്തുകളുടെ മുടിഞ്ഞ വില. ഇതേ കമ്പനിക്കാരുടെ വളവും കീടനാശിനിയും തന്നെ ഉപയോഗിച്ചാലേ മികച്ച വിളവുണ്ടാവൂ എന്നായി. പിന്നെ എന്നിട്ടോ ഈ പറഞ്ഞ വിളവൊന്നും ഉണ്ടായില്ലതാനും. വിളവിൽ നിന്നെടുത്ത വിത്തുകൾ വിതയ്ക്കാനാവില്ല എന്നതാണ് കമ്പനിക്കാർ ചെയ്ത ഏറ്റവും വലിയ ചതി. അതെന്താ അങ്ങനെ? ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ പിന്നെ മണ്ണിൽ മുളക്കില്ല. ചുരുക്കി പറഞ്ഞ, വീണ്ടും കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ അന്യായ വിലയ്ക്ക് വിത്ത് വാങ്ങണമെന്ന ഗതികേടിലായി കർഷകർ. ഇതിനൊക്കെ പുറമെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നേക്കുമായി ഇല്ലാതായി. മണ്ണിന്റെയും വിത്തിന്റെയും മേൽ കർഷകനുണ്ടായിരുന്ന അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ തൊലച്ചു കളഞ്ഞ സർവനാശത്തിന്റെ വിഷവിത്തുകളായിരുന്നു അവ. അങ്ങനെയാണല്ലേ? അന്ന് പിന്നെ എന്താ സംഭവിച്ചത്? കൃഷിയെ ഒറ്റുകൊടുത്ത നിനക്ക് ഈ വയൽമണ്ണിൽ നിൽക്കാൻ പോലും അർഹതയില്ലെന്ന് പറഞ്ഞ് ആട്ടിയിട്ടും അവനത് കേട്ടതായി നടിച്ചില്ല. പാവപ്പെട്ട കർഷകരുടെ ചെറിയൊരു നേതാവായ എന്നെ വിലക്കെടുക്കാനായി പിന്നീട് അവന്റെ ശ്രമം. പ്രലോഭനങ്ങൾ ഒട്ടനവധി നിരത്തി അവൻ. മതിയാവോളം പണം, മലമുടിയിൽ എവിടെയെങ്കിലും ഒരു എസ്റ്റേറ്റ്, നഗരമധ്യത്തിൽ ഫ്ളാറ്റ്, അവന്റെ കോർപ്പറേറ്റ് വിത്ത് കമ്പനിയിൽ സമുന്നത പദവി. ഇതിനൊക്കെ പുറമെ ജീവിതകാലം മുഴുവൻ സുഖിച്ച് രമിക്കാൻ ഇളം പ്രായമുള്ള ഒരു പെണ്ണ്. അതും കൂടിയായപ്പോ എനിക്ക് സഹിച്ചില്ല. എന്റെ മാധവന്റെ മകൻ അച്ഛന്റെ പ്രായമുള്ള എന്നോട് ദേഷ്യം കൊണ്ട് എന്റെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെയായി. ഒറ്റത്തള്ളിന് ഞാൻ അവനെ തള്ളി വയലിലേക്ക് വീഴ്ത്തി. കയ്യിൽ അപ്പോഴുണ്ടായിരുന്നത് കൈക്കോട്ട. വരണ്ടുറച്ച വയലിന്റെ നെഞ്ചിലേക്കെന്ന പോലെ അതെടുത്ത് ഞാൻ ആഞ്ഞാഞ്ഞ് വെട്ടുകയായിരുന്നു. അതൊരു മനുഷ്യന്റെ ശരീരമാണെന്ന കാര്യം പോലും ഞാൻ കണക്കിലെടുത്തില്ല. മാധവൻ എന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നതേയില്ല. ഉണ്ടായിരുന്നത് അത്രയും മാധവന്റെ മകന്റെ ചതിയും നെറുകേട് മാത്രമായിരുന്നു. ഞാനതപ്പോ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കടക്കെണിയിലായിക്കഴിഞ്ഞ പാവപ്പെട്ട കൃഷിക്കാർ അവനെ വലിച്ചു കീറി കൊല്ലുമായിരുന്നു. നിശ്ചയമായും അവനത് അറിയിക്കുന്നുണ്ട്. അനീതിക്കെതിരായ സമരത്തിൽ അക്രമവും ആയുധവും ഉപേക്ഷിച്ച് പാടത്തേക്കിറങ്ങിയവനായിരുന്നു ഞാൻ. ആദർശമാകണം ആയുധം എന്ന് കരുതി ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു അത് വിടു ഗോപാലേട്ട. ഒന്നുമില്ലേലും വലിയൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ഗോപാലേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അല്ലാതെ എന്നെ പോലെ
സ്വന്തം സുഖത്തിനും ലഹരിക്കും വേണ്ടിയല്ലല്ലോ. എനിക്ക് ഉറപ്പാ ഗോപാലേട്ടന് ദൈവം കൈവിടില്ല. ഗോപാലേട്ടന്റെ പ്രവചനം എന്റെ കാര്യത്തിൽ നടന്നു. അടുത്ത കൊയ്ത്തിന് മുമ്പ് എന്റെ റിലീസിംഗ് ഓർഡർ വന്നു. എന്നാൽ ഗോപാലേട്ടൻ ഇപ്പോഴും ജയിലിനകത്തുണ്ട്. പരമോന്നത നീതിപീഠത്തിന്റെ അന്തിമ വിധി ഇനിയും എത്തിയിട്ടില്ല. ഞാൻ പോയിരുന്നു 2 or 3 തവണ ഗോപാലേട്ടനെ കാണാൻ. ജയിലിന്റെ വിസിറ്റേഴ്സ് റൂമിൽ കാത്തിരിക്കുമ്പോൾ എനിക്ക് തോന്നും ജയിൽ ഞാൻ പഠിച്ച സ്കൂളോ കോളേജോ ആണെന്ന്. എന്തൊക്കെ പാഠങ്ങളാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചിരിക്കുന്നത്. അതിലേറെ പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു തന്നത് ഗോപാലേട്ടൻ എന്ന ഗുരുനാഥൻ. പിന്നെ കൈമൾ സാറ് റിട്ടയർ ആയെങ്കിലും പഴയ റൗണ്ട്സിന്റെ ഓർമ്മയിൽ രാത്രി ജയിലിലും പരിസരങ്ങളിലും കറങ്ങി നടക്കാറുണ്ട് പോലും. പിന്നെ നിങ്ങൾ അറിയുന്ന ഉടുമ്പൻ വാസു മറ്റ് ജയിലുകളിലും തടവുചാട്ടങ്ങൾ തുടരുന്നു, പിടികൊടുക്കലുകളും. ജയിലിൽ നിന്നിറങ്ങിയപ്പോ ഇനി എന്താ പരിപാടിയെന്ന് നിശ്ചയം ചോദിച്ചു. മറുനാട്ടിലേക്ക് എവിടേക്കെങ്കിലും തൽക്കാലം മാറി താമസിക്കണോ എന്നും ചോദിച്ചു. എനിക്ക് അമ്മച്ചിയോട് പ്രായശ്ചിത്തം ചെയ്യണ്ടേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഹിച്ചാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആദ്യമൊന്നും നിശ്ചയമില്ലായിരുന്നു. അപ്പോഴാണ് ഗോപാലേട്ടനെ ഓർത്തത്. നാട്ടിലെ പഴയ കൂട്ടുകാരെയൊക്കെ ചേർത്ത് അമ്മച്ചി എന്റെ പേരിൽ എഴുതി വച്ചിരുന്ന പാടത്ത് ഞങ്ങൾ കൃഷി ഇറക്കി. രാസവളവും കീടനാശിനിയും ഒന്നുമില്ലാത്ത കൃഷി. കൊല്ലപ്പെട്ട ദിവസം അമ്മച്ചി എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്ന ഇച്ചായൻ ബാങ്കിലിട്ട കാശ് മൂലധനമായിട്ട് ഞാനിങ്ങോട്ട് എടുത്തു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊയ്ത്തും വിളവെടുപ്പും. ലാഭമെന്ന് പറയാനൊന്നുമില്ലെങ്കിലും വലിയ തെറ്റില്ല. ഗോപാലേട്ടൻ പറയുന്നത് പോലെ ഇത്ര മേനി കൊയ്തു എന്നതിലല്ലല്ലോ കൃഷിയുടെ ആനന്ദം ഇരിക്കുന്നത്. ഈ കാലം തെറ്റി മഴയൊന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നുണ്ട് പാടത്തേക്ക്. പറയാൻ മറന്നുപോയി, ഇന്ന് അമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു. ഞാനും ഇച്ചായനും മൂളിച്ചേച്ചിയും ടീസമോളും ചേർന്നാണ് പള്ളിയിൽ പോയത്. സെമിത്തേരിയിൽ എന്നോടൊപ്പം വരാൻ അവർക്കെന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നി. ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് എനിക്ക് തോന്നിയതാവാനും മതി. വെയില് മൂത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സെമിത്തേരിയിലേക്ക് പോയി. ശവക്കല്ലറയ്ക്ക് മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അമ്മച്ചിയുടെ മുഖം മനസ്സിലേക്ക് കയറി വന്നു. നല്ല സന്തോഷത്തിലായിരുന്നു അമ്മച്ചി. തലതെറിച്ച സന്തതി നന്നായതിന്റെ സന്തോഷമാണത്. എനിക്ക് ഉറപ്പുണ്ട് ഈ മുടിയനായ പുത്രന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് എന്റെ അമ്മച്ചി എന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതല്ല രസം. സേവ്യറച്ചൻ പള്ളിപ്രസംഗത്തിനിടെ ഇന്നും വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമയുടെ അർത്ഥം കേട്ടുകൊള്ളും. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ സേവ്യറച്ചൻ ഒരു രഹസ്യം എന്നോടായി പറയുകയും ചെയ്തു. ഞാൻ പള്ളിയിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ വിതയ്ക്കുന്നവന്റെ ഉപമയെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് മുമ്പേ അമ്മച്ചി സേവ്യറച്ചനോട് പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നത്ര. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും കൂടി ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ആത്മകഥ പറഞ്ഞ് ഞാൻ വല്ലാതെ മുഷിപ്പിച്ചു അല്ലേ? കഴിയുന്നത്ര ആൾക്കാരോട് പറയാറുണ്ട് ഞാൻ എന്റെ കഥ. എന്താന്ന് വെച്ചാല് മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയാണല്ലോ ഇപ്പൊ എല്ലാവരും ജീവിക്കുന്നത്. എന്റെ ഈ ജീവിതകഥയിൽ നിന്ന് എന്തെങ്കിലും പാഠം, എന്തെങ്കിലും നന്മ ആർക്കെങ്കിലും ഉൾക്കൊള്ളാനായെങ്കിലോ? അപ്പൊ ശരി, പ്രാർത്ഥനയ്ക്ക് സമയമായി.
വിതയ്ക്കുന്നവന്റെ ഉപമ. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ. സർഗാത്മക സഹകരണം K ശിവപ്രസാദ്, V വാസന്തി, TK ഉണ്ണികൃഷ്ണൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയതും: ജോബ് സിദ്ദിഖ്, ഉടുമ്പൻ വാസു സിദ്ദിഖ്, കൈമൾ സാർ സിദ്ദിഖ്, ഗോപാലേട്ടൻ സിദ്ദിഖ്, ഇച്ചായൻ സിദ്ദിഖ്, സേവിറച്ചൻ സിദ്ദിഖ്.